നമസ്കാരം, എല്ലാവർക്കും ആദ്രാസ് ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഈസി റെസിപ്പിയായ പ്രഷർ കുക്കറിൽ ഉണ്ടാക്കുന്ന മന്തിയാണ് ചെയ്യാൻ പോകുന്നത്. ഇത് സാധാരണ മന്തി ഉണ്ടാക്കുന്നതിനേക്കാൾ വളരെ എളുപ്പത്തിലുള്ള ഒരു റെസിപ്പിയാണ്. വീട്ടിലുണ്ടാക്കുന്ന മന്തി മസാല ഉപയോഗിച്ചാണ് നമ്മളിത് ചെയ്യുന്നത് എന്നൊരു പ്രത്യേകത ഇതിനുണ്ട്. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നല്ല ടേസ്റ്റിയും ഈസിയുമായ ഒരു റെസിപ്പിയാണിത്. സാധാരണ മന്തിയിൽ ഉപയോഗിക്കുന്ന അത്രയും ഓയിലും ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് പോകാം. ആദ്യമായി മന്തിയുടെ മസാല വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. അതിനുവേണ്ടി 3 ചെറിയ കഷ്ണം കറുവപ്പട്ട, 7-8 ഏലക്ക, 7-8 ഗ്രാമ്പൂ, 1 ടേബിൾ സ്പൂൺ പച്ചമല്ലി, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ബേ ലീഫ് ഇതേപോലെ ചെറുതായി മുറിച്ചിട്ടത്, 1 ഉണക്കനാരങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയത്, 2-3 അല്ലി വെളുത്തുള്ളി ഇവ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായി റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ കൂട്ടിട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് ചെറുതായി മൂപ്പിച്ചെടുക്കുക. ഇത് അധികം മൂത്തു പോകേണ്ട ആവശ്യമില്ല. ചെറിയൊരു മണം വരുമ്പോൾ തീ ഓഫാക്കി വെക്കാം. ഇത് നമുക്ക് തണുക്കാനായി മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് മന്തി അരിയാണ്. 250 മില്ലിയുടെ കപ്പിൽ 3 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. നീളമുള്ള മന്തിക്കും കപ്സയ്ക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന അരിയാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു 2-3 വെള്ളത്തിൽ നന്നായി കഴുകി എടുത്തു വെച്ചിട്ടുണ്ട്. അരമണിക്കൂർ ഇത് വെള്ളത്തിൽ കുതിരാൻ വെക്കണം. ഈ സമയം കൊണ്ട് നമുക്ക് മന്തിയുടെ മസാലയുടെ കൂട്ട് പൊടിച്ചെടുക്കാം. മിക്സിയുടെ ചെറിയ പൊടിക്കുന്ന ജാർ എടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച മസാലയുടെ കൂട്ട് ഇട്ട് കൊടുക്കാം. ഒന്ന് നന്നായി പൊടിച്ചെടുക്കാം. ഇത് നല്ല ഫൈനാക്കി പൊടിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ മന്തി മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ എടുക്കാം. ഞാനിവിടെ എടുത്ത ചിക്കൻ 2 കിലോയുടെ അടുപ്പിച്ചുണ്ട്. ഒരു കോഴിയെ 8 പീസാക്കിയ കഷ്ണങ്ങളാണ്. ഇവ അത്യാവശ്യം വലിയ കഷ്ണങ്ങളാണ്. ഈ കഷ്ണങ്ങളെ നമ്മൾ ഏത് കുക്കറിലാണോ പാകം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ അടിയിലായി ഇതേപോലെ ഒന്ന് നിരത്തി വെച്ചു കൊടുക്കണം. ഒന്നിനു മുകളിൽ ഒന്നായി വെക്കരുത്. കുക്കറിന്റെ അടിയിൽ കൊള്ളുന്ന കഷ്ണങ്ങൾ മാത്രം എടുക്കുക. കഷ്ണങ്ങൾക്ക് അത്യാവശ്യം സൈസ് ഉള്ളത് കൊണ്ട് മസാല ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടി ഒരു ഫോർക്ക് വെച്ച് ഇത് മാതിരി കുത്തി കൊടുക്കാം. വലിയ കഷ്ണങ്ങളിൽ നിർബന്ധമായി ഇത് ചെയ്യണം. ഇവിടെ എല്ലാ കഷ്ണങ്ങളും ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാത്രത്തിൽ നമ്മൾ പൊടിച്ചു വെച്ച മന്തി മസാല ചേർത്ത് കൊടുക്കാം. ഞാൻ എല്ലാ മസാലയും ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു മാഗിയുടെ ഫുൾ ടേസ്റ്റ് മേക്കർ എടുത്തിട്ടുണ്ട്. ഈ ഒരു ടേസ്റ്റ് മേക്കറിൽ 2 ക്യൂബുകൾ ഉണ്ടാവും. ഈ 2 ക്യൂബുകളും ഇതേപോലെ കൈവച്ച് നന്നായി പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ടേസ്റ്റ് മേക്കറിൽ അത്യാവശ്യം ഉപ്പുണ്ടാവും. അതുകൊണ്ട് അധികം ഉപ്പ് ചേർക്കരുത്. വീഡിയോ എടുക്കുന്നത് കൊണ്ട് കുറച്ച് റെഡ് ഫുഡ് കളറും കൂടി ചേർക്കുന്നുണ്ട്. ഇത് നിർബന്ധമില്ല. വീട്ടിലുണ്ടാക്കുമ്പോൾ കളർ കിട്ടാനായി ഇതിനു പകരം 1-2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. സാധാ മുളക് പൊടി ചേർക്കണ്ട. ഇതിലേക്ക് ഒരു മീഡിയം സൈസുള്ള നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർക്കുന്നുണ്ട്. നമ്മൾ വെളിച്ചെണ്ണ മന്തിയിലേക്ക് ഉപയോഗിക്കുന്നില്ല. ഇനി ഇത് നന്നായി കൈവച്ച് ഇതേപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ടേസ്റ്റ് മേക്കറൊക്കെ നന്നായി ഒന്ന് മിക്സ് ആവണം. ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ചിക്കൻ കഷ്ണങ്ങളായി ഇതിലേക്ക് ഇട്ട് നന്നായി മസാല പുരട്ടിയെടുക്കാം. കഷ്ണങ്ങളിൽ എല്ലാ സ്ഥലത്തും മസാല ആവുന്ന രീതിയിൽ തേച്ച് പിടിപ്പിക്കുക. ഇപ്പോൾ എല്ലാ കഷ്ണങ്ങളും നല്ല രീതിയിൽ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ കുതിർക്കാൻ വെച്ച അരി ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റി വെള്ളം പോകാൻ വെക്കാം. അരിയൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി അരി നമുക്കൊന്ന് പാകം ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാത്രം ചൂടാവുമ്പോൾ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവുമ്പോൾ 5 ഏലക്ക, 6 ഗ്രാമ്പൂ, 1 ചെറിയ കഷ്ണം കറുവപ്പട്ട ഇവ ചേർത്ത് ഒന്ന് ചെറുതായി മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് 6 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ 3 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് 6 കപ്പ് വെള്ളം ചേർത്തത്. വെള്ളം കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ചോറ് ഊറ്റിയാണ് ഉപയോഗിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായി മിക്സ് ആക്കുക. ഈ വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളത്തിൽ കുറച്ച് ഉപ്പ് അധികം നിന്നാൽ മാത്രമേ ചോറിന് ആവശ്യത്തിന് ഉപ്പ് ഉണ്ടാവുകയുള്ളൂ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ വെള്ളം ഒന്ന് തിളയ്ക്കാൻ വെക്കുക. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളം പോക്കി വെച്ച കുതിർത്ത അരി ചേർത്ത് കൊടുക്കാം. അരി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് തുറന്നു നോക്കി ഇളക്കി പാകം നോക്കണം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ അരി കുതിർത്ത് വെച്ചതായതുകൊണ്ട് വേഗം തന്നെ വെന്ത് വരും. അരിയുടെ ഒരു 3/4 വേവിനോട് അടുപ്പിച്ചായിട്ടുണ്ട്.
ഈ ഒരു വേവ് മതി. അധികം വെന്ത് പോകാതെ നോക്കണം. നമുക്ക് ഫ്ലെയിം ഓഫാക്കി വെക്കാം. ഈ ചോറിനെ നമുക്കൊരു സ്ട്രെയിനറിലേക്ക് മാറ്റി വെള്ളം പോകാൻ വെക്കാം. ഇനി ചിക്കൻ ഉണ്ടാക്കാനായി എടുത്തു വെച്ച കുക്കർ ചൂടാവുമ്പോൾ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 4 ഏലക്ക, 4 ഗ്രാമ്പൂ, 1 ടീസ്പൂൺ പച്ചമല്ലി, 1 ടീസ്പൂൺ കുരുമുളക് ഇവ ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം. നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ നേരത്തെ വെച്ചിരുന്ന ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. കുക്കറിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒഴിച്ച ശേഷം കുക്കർ ഇതേപോലെ ഒന്ന് കറക്കിയെടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇതേപോലെ കുക്കറിൻ്റെ അടിയിൽ നിരത്തി വെച്ച് കൊടുക്കാം. ഒന്നിന് മുകളിൽ ഒന്നായി വെക്കരുത്. ഇനി ഇതിലേക്ക് 1 കൈപ്പിടിയിൽ താഴെ മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കുറച്ച് പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വേവിച്ച ചോറ് നിരത്തി കൊടുക്കാം. എല്ലാ ചോറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചോറിന് മുകളിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളം ഇതേപോലെ അവിടെ ഇവിടെയായി ചേർത്ത് കൊടുക്കാം. ചോറിന് മുകളിലായി ഒരു ഉണക്ക നാരങ്ങ വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് പച്ചമുളക് ഇതേപോലെ ചോറിലേക്ക് കുത്തി കൊടുക്കാം. ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടി കത്തുന്ന ചാർക്കോളോ ഒരു കനലോ ഇതേപോലെ പാത്രത്തിലാക്കി ചോറിന് മുകളിൽ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ലേശം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ നന്നായി പുക വന്നു തുടങ്ങും. ഈ സമയത്ത് കുക്കറിൻ്റെ അടപ്പ് നന്നായി അടച്ചു വെച്ച് വെയിറ്റ് ഇട്ട് കൊടുക്കാം. ഇതൊരു ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒരു വിസിൽ വരുന്നത് വരെ പാകം ചെയ്യണം. കുക്കറിലുള്ള എയർ മുഴുവനായി പോയ ശേഷം മാത്രമേ ഇത് തുറക്കാൻ പാടുള്ളൂ. ഇപ്പോൾ എയർ എല്ലാം പോയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്നു നോക്കാം. ചാർക്കോളിൻ്റെ പാത്രം നമുക്ക് എടുത്ത് മാറ്റാം. ചോറിന് മുകളിൽ വെച്ച ഉണക്ക നാരങ്ങ, പച്ചമുളകുകൾ ഇവ നമുക്ക് മാറ്റി വയ്ക്കാം. മുളകിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. മുകളിലെ ചോറൊക്കെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ചോറൊക്കെ നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഈ ചോറ് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അടിയിലുള്ള ചിക്കനൊക്കെ നന്നായി കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ എല്ലാം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് എല്ലാ ചോറും ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉണക്ക നാരങ്ങ, മുളക്, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവയൊക്കെ വെച്ച് ഇതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഇതിലെ ചിക്കൻ നമുക്കൊന്ന് നോക്കാം. ചിക്കനൊക്കെ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ചിക്കൻ്റെ ഉള്ളൊക്കെ നല്ല ജ്യൂസിയാണ്. അധികം പാടുപെടാതെ വേഗം ഉണ്ടാക്കാൻ പറ്റിയ ഈ ഒരു ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള മന്തി റെസിപ്പി എല്ലാവരും കുക്കറിൽ ഉണ്ടാക്കി നോക്കണം. അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.